ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് റിസോർട്ടിൽ പോയി വരാമെന്ന് കരുതി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ പോയത് വയനാട്ടിൽ പൊഴുതന എന്ന് പറയുന്ന സ്ഥലത്തുള്ള റിസോർട്ടിലാണ് കേട്ടോ. എറ്റേണൽ ബ്ലിസ് എന്നാണ് പേര്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോയിലോട്ടൊക്കെ പോവാം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടുന്ന് 11-11:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഉച്ചക്കേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ തന്നെ ഇവിടുന്ന് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. പിന്നെ രാത്രിക്കേക്കുള്ള ചിക്കൻ ചൂടാൻ വേണ്ടിയിട്ട് അതും ഇവിടുന്ന് പെരക്കിയെടുത്ത് അവിടെ പോയിട്ട് ചൂടാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇവിടുന്ന് എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി കേട്ടോ, പാക്ക് ചെയ്തിട്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു 12:30 ആയപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ വിശക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു ജ്യൂസ് കുടിക്കാൻ കരുതി. അപ്പോൾ വൈത്തിരിയൊക്കെ എത്തിയപ്പോൾ അവിടുന്ന് ജ്യൂസ് കുടിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഷാർജ ഷേക്കും അതുപോലെ തന്നെ മോൾ ഐസ്ക്രീം അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടതൊക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്ത് കഫേ ഡി കാസ്റ്റിൽ നിന്നാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ പിന്നെയും നമ്മളെ ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ ബുക്ക് ചെയ്ത റിസോർട്ടിലെത്തിയിട്ടുണ്ട്. എറ്റേണൽ ബ്ലിസ് വൈത്തിരി ആണ് കേട്ടോ ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ആണിത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പച്ചപ്പിൽ നല്ലോണം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് ചെറിയൊരു കുഞ്ഞ് പാർക്ക് ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വെച്ചാൽ ഫുള്ളായത് ഗാർഡന്, അതായത് നല്ല പച്ചപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ. നല്ല നല്ല ആൾക്കാരും നമുക്ക് എന്താവശ്യത്തിന് എന്ത് ഹെൽപ്പ് ചോദിച്ചാലും വേഗം തന്നെ ഓടി വരുന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അത് ഇവിടുത്തെ എടുത്ത് പറയേണ്ട തന്നെ കാര്യമാണ്. പിന്നെ നമ്മൾ വന്ന സമയത്ത് വേറെ ഫാമിലിയും കാര്യങ്ങളൊന്നും ഇല്ലേനു. പിന്നെ നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം നമ്മളെ വില്ലയിലേക്ക് പോകാൻ കേട്ടോ. ഇവിടെ കുറേ വില്ലയുണ്ട്. അപ്പോൾ നമ്മൾ വില്ലയിലേക്ക് പോയപ്പോൾ ഫസ്റ്റ് റൂം ഇതാണ് കേട്ടോ. നമ്മളിവിടെ ഉണ്ടായത് 2 റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റൂം ഞാൻ ഫസ്റ്റ് കാണിച്ചു, ഇതിപ്പോൾ 2ാമത്തെ റൂമാണ് കേട്ടോ. ഈ ഒരു റൂമിൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി തന്നെയാണ്. പിന്നെ ചെറിയൊരു ഡൈനിങ് ഹാളും പിന്നെ ഒരു കുഞ്ഞ് അടുക്കളയുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് അടുക്കള. പിന്നെ ഡൈനിങ് ഹാളത്തെ ജനൽ തുറന്നാൽ കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് വെച്ചാൽ മെയിനായിട്ട് അവിടെ പച്ചപ്പാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ പൂളിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ പോയി ഇറങ്ങുന്ന സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോഴത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് പൂള് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പൂളിൽ ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നല്ല അടിപൊളിയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളി ഇടിയും മിന്നലൊക്കെ ആയിട്ട് മഴ. അതൊക്കെ കഴിഞ്ഞ് മരുമായപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ രാത്രിയുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചിക്കൻ ചൂടാൻ വേണ്ടിയിട്ട് അതൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലായി. ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുപ്പും അവിടുത്തെ കണലും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ പെരക്കി കൊണ്ടുവന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.
നമ്മൾ പിന്നെ റൂമിലേക്ക് പോയി. പിന്നെ നമ്മൾ അവിടുന്ന് പൊറാട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡൊക്കെ എത്തി. നമ്മൾ പൊറാട്ടയും കടലക്കറിയും വീട്ടിൽ നിന്ന് മയോണൈസും സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാത്രിയൊക്കെ ആയപ്പോൾ അത്രയ്ക്ക് വീഡിയോ എടുക്കാനുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എടുത്തത് മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ മോർണിംഗിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് അവർ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കൊടുത്തിരുന്നുണ്ട്. അതായത് ഈ റിസോർട്ടിൻ്റെ വകനായിട്ട് ആണ് കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് കാണാം. പിന്നെ നമുക്ക് പുട്ടുണ്ട്, അതുപോലെ തന്നെ കടലക്കറി, ഇഡ്ഡലി, സാമ്പാർ, ചട്ടിനി, പിന്നെ ബ്രെഡും ജാമും, പിന്നെ ഫ്ലാസ്കിൽ ചായയും നമുക്ക് അവർ കൊണ്ടുതരുന്നുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വെച്ചാൽ ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ അതിലേറെ അടിപൊളിയാണ്. മെയിനായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫാമിലിയൊക്കെ ആയിട്ട് വെക്കേഷൻ ടൈമിലോ അല്ലെങ്കിൽ എന്താ പറയുക ലീവുള്ള ടൈമിലൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി റിസോർട്ടാണ്. എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക, എല്ലാവരും എൻജോയ് ചെയ്യുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നിൽക്കാനും ഇതാക്കാനൊക്കെ എല്ലാവരും ശ്രമിക്കുക. അതൊക്കെ നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. എപ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുന്നതും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി മെമ്മറീസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ അവിടുന്ന് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 12:30 ആയപ്പോൾ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ടേസ്റ്റ് ഓഫ് വയനാട് എന്ന ഒരു റെസ്റ്റോറൻറ്റ് കയറി. അവിടുന്ന് മെനു ഒക്കെ നോക്കിയ ശേഷം നമ്മൾ ഹണി ചിക്കൻ മന്തി ഓർഡർ ചെയ്തിട്ടോ. അപ്പോൾ അതും നല്ല അടിപൊളി ടേസ്റ്റിന്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ബബിൾ ടീയും കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.